ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് 3 ദിവസം മുൻപ് കേട്ട വ്യത്യസ്തമായ ഒരു കരച്ചിൽ. പ്രിയം നിറഞ്ഞ മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ, മറ്റത്തൂർ നിവാസികളെ, ഇന്ന് അതായത് ഡിസംബർ 27-ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അവിചാരിതമായി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നറിയിക്കുന്നു. UDFിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച KR ഔസേപ്പിനെയാണ് UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇന്ന് രാവിലെ വരെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF ഒറ്റക്കെട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥി LDF പ്രവർത്തകരുടെ കാറിൽ വന്നിറങ്ങുകയും തുടർന്ന് LDFക്കാരോടൊപ്പം ചേർന്നിരിക്കുകയുമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ LDFിൻ്റെ ജയിച്ച മെമ്പറായ CC ബിജു KR ഔസേപ്പിൻ്റെ പേര് പറയുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ അവിടുത്തെ UDF മെമ്പർമാർ ഒറ്റക്കെട്ടായി മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടെസി ജോസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പിന്താങ്ങുകയായിരുന്നു. അവരോടൊപ്പം NDA മെമ്പർമാരും പിന്തുണച്ചു. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയായ ടെസി ജോസ് പ്രസിഡന്റായി വിജയിച്ചു. ഇനി ഒരു കാര്യം കൂടി, കോൺഗ്രസ് മെമ്പർമാർ രാജിവച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, KR ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി UDFിൽ ചേർന്ന് നിൽക്കണമെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന നിലപാട് മാറ്റി DCC നേതൃത്വം സർക്കുലർ അടിക്കണമെന്നും തുടർന്ന് ഇലക്ഷനിൽ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച 5 വ്യക്തികളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഈ തീരുമാനത്തിൽ DCC വ്യക്തമായി ഇടപെടാതിരുന്നതുകൊണ്ട് ഡിസംബർ 26-ാം തീയതി ജയിച്ച 8 വാർഡ് മെമ്പർമാർ ചേർന്ന് ഔസേപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം മെമ്പർമാർ രാജിവയ്ക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് DCCക്ക് കൊടുത്ത കത്താണ് വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കി കാണിക്കുന്നത്. പകർപ്പ് KR ഔസേപ്പിനും കൊടുത്തിരുന്നു. ഇത് പ്രചരിപ്പിച്ചത് അദ്ദേഹമാണോ എന്ന് സംശയിക്കുന്നു. അല്ലെങ്കിൽ മറ്റത്തൂരിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റു ചില തൽപര കക്ഷികളായിരിക്കുമെന്നും നിങ്ങളെ അറിയിക്കുന്നു. മറ്റത്തൂരിൽ BJPക്കൊപ്പം ചേർന്ന് കോൺഗ്രസിനെ കഴുകി വെളുപ്പിക്കാൻ തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് ഇപ്പോൾ കേട്ടത്. എന്തായാലും കോൺഗ്രസ്സുകാർ പറഞ്ഞ ന്യായം കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കഥ കൂടി ഇക്കൂട്ടത്തിൽ പറയണം. മറ്റത്തൂരിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് കൊടകര. ഈ കൊടകരയിലെ സീറ്റ് നില LDF 7, UDF 7, BJP 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന പിന്നീട് LDFിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജോയ് നെല്ലിശ്ശേരി എന്ന സ്വതന്ത്രൻ ആണ് അവിടെ UDF പിന്തുണയോടെ പ്രസിഡന്റായത്. നമ്മൾ നേരത്തെ കേട്ട വെളുപ്പിക്കൽ സിദ്ധാന്തമനുസരിച്ച്, അതായത് മറ്റത്തൂരിലെ കോൺഗ്രസ് വാദമനുസരിച്ച്, ഇടത് വിമതനെ പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടുത്തെ LDF BJP പിന്തുണ നേടാൻ ശ്രമിക്കേണ്ടതല്ലേ? അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, തിരുത്തൽ ശക്തിയായി പ്രതിപക്ഷത്തിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു LDF. അധികാരമല്ല, നിലപാടാണ് അവസാന വാക്ക് എന്ന് ഇടതുപക്ഷം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പാർട്ടി വിപ്പ് ലംഘിച്ച് പ്രവർത്തിക്കുന്ന അംഗങ്ങളെ അയോഗ്യരാക്കാനുള്ള കത്ത് പോലും നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. 1-2 പേരല്ല, 8 പേര് ഒന്നിച്ചു പോവുക. എന്നിട്ടും തൊലിക്കട്ടി സമ്മതിക്കണം ഈ കോൺഗ്രസ്സുകാരുടെ. ഒരു നാണവുമില്ലാതെ ന്യായീകരണവുമായിട്ട് ഇറങ്ങുക. പല കാരണങ്ങളും കൊണ്ടുവന്ന് കനകൊലുവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ക്യാപ്സൂളുകളുമായി വന്ന് ചാനലുകളിൽ ഇരുന്ന് അങ്ങ് ന്യായീകരിക്കുക. മറ്റത്തൂർ മോഡൽ എന്നൊരു പ്രയോഗമാണല്ലോ CPM നടത്തുന്നത്. അതൊരു മോഡൽ എന്ന് പറയാനൊന്നുമില്ല, അവിടുത്തെ പ്രാദേശികമായ ഒരു സാഹചര്യം എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. വസീഫ് എങ്ങനെയാണ് അതിനെ ഖണ്ഡിക്കുന്നത്? ഇവിടെ നമുക്ക് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, CPM ഭരിച്ച സംസ്ഥാനം. ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ ത്രിപുരയിൽ അന്ന് കോൺഗ്രസിന്, അതിനു മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം 36%. ആ 2018 ഞങ്ങൾ തോറ്റ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ്, വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് ഷെയർ എത്രയാ? 1.5%. നേരെ ഈ വോട്ട് പോയത് എവിടേക്കാണ്? BJPയിലേക്കാണ്. 2% മാത്രം ഉണ്ടായിരുന്ന BJPയെ ഈ പൂർണ്ണമായ കൂറുമാറ്റത്തിലൂടെ ഒരു പ്രയാസവുമില്ലാതെ താമരക്ക് പച്ചക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിതിവിടെ പറഞ്ഞു വെച്ചത്, ഈ കേരളം ഇതൊന്നുകൂടി ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇത് വെറുതെ ചർച്ച ചെയ്തു പോകുന്നതല്ല. അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൽ ആർജവത്തോടുകൂടി ഈ മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക്, അത് നമ്മൾ സാധാരണ പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന്, രാജ്യത്തെ കോൺഗ്രസിന് പറ്റിയ അപജയങ്ങളെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയം ചോർന്നുപോയതിനെക്കുറിച്ച് ഇനിയെങ്കിലും ചർച്ച ചെയ്യാതെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ, ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കനകൊലു സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോയാൽ
ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരു സുപ്രഭാതത്തിൽ ഇവർ കനകുലുവിന് പണം കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കാൻ ശേഷിയുള്ളവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ BJP. അത് നമ്മൾ കണ്ടതാണ്. അവർക്കൊക്കെ കിട്ടുന്ന പണത്തിന്റെ ഒരു വലിയ അളവ്. ആ പണം കൊടുത്ത് ഈ കനകുലുമാരെ വിലക്കെടുത്ത് ഈ കോൺഗ്രസിനെയും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ എളുപ്പമാണ് ഈ BJPക്ക് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെ അല്ലേ ഇത്? ഇതൊരു ട്രയൽ റണ്ണാണ്. ഈ കേരളത്തിൽ BJP മുന്നോട്ട് വെക്കുന്ന ഒരു അടവ് നയത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന പദ്ധതിയുടെ ട്രയൽ റണ്ണാണ് അവരിവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂട്ടത്തോടെ 8 പേരാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 8 പേർ താമരയായി പോകുന്ന ഒരു കാഴ്ച, താമരയുമായി ചേർന്ന് CPM-നെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച. അതിനെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ട് അതിന് ഓരോ മുട്ടാപ്പോക്ക് നയങ്ങളും പറഞ്ഞു വരിക, അല്ലെങ്കിൽ ന്യായീകരണവും പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസകരമാണ്. ഇത് ഇനിയെങ്കിലും ഇവർ ഉൾക്കൊള്ളണ്ടേ? ഞാൻ പറയുന്നത് ഈ 8 പേരെ ഇവർ പുറത്താക്കിയില്ല, എന്തോ ആവട്ടെ. ഈ 8 പേരെ നിയന്ത്രിച്ച ഒരാളുണ്ടല്ലോ, ആരാ? DCC സെക്രട്ടറിയാ. എന്താ? TM ചന്ദ്രൻ എന്ന് പറയുന്ന ആളാ. ഈ TM ചന്ദ്രൻ ചെറിയ ഒരാളാണോ? BJP-കാരൻ കുറുക്കന്റെ കൗശലത്തോടു കൂടി ഈ കോൺഗ്രസുകാരെ എല്ലാം വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ കുറുക്കന്റെ കൗശലത്തിന് മുമ്പിൽ വീണു പോകുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസുമാരാണ്. രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി ഈ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അങ്ങനെയൊക്കെ ആവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന് എന്നാണ്. ഇവിടെ ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചു, മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള KR ഔസഫ് സാറിനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ അങ്ങനെയാണെങ്കിൽ നേരത്തെ CPM ആയില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് അതാവാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനമൊക്കെ കേട്ടു. അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ച നാടിനോട് അദ്ദേഹത്തിന് ഒരു ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിന് വികസന കാര്യങ്ങളിൽ ആ ഭരണസമിതിയോട് പല കാര്യങ്ങളിലും എന്തുണ്ട്, പിന്തുണ കൊടുക്കാനുള്ള താല്പര്യമുണ്ട്. അത് കരുതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറൂ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറില്ല. അതാ അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ഒരു ചോദ്യം അങ്ങോട്ട് പോയി, നിങ്ങൾ ഏത് അർത്ഥത്തിൽ അത് ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. ആ ചോദ്യം തന്നെ തെറ്റായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ട് നേരത്തെ പോകാഞ്ഞത് എന്നുള്ളത്. മറ്റത്തൂർ മോഡലാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരുന്നത് നിയമസഭ മുന്നിൽ കണ്ട് ഇതാണ് ഇവിടെ കോൺഗ്രസ് എന്ന് സമർത്ഥിക്കാനുള്ള നീക്കമല്ല. അത് എത്രത്തോളം വിജയിക്കും ശ്രീ വസീഫ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിജയവും പരാജയവും ഇല്ല. കേരളത്തിലെ കോൺഗ്രസ് ആയി നിൽക്കണമേ എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനും അതന്നെയല്ലേ പറഞ്ഞത്. കോൺഗ്രസിനെ രാഷ്ട്രീയവൽക്കരിക്കണം. കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കുറച്ചുകൂടി രാഷ്ട്രീയം മനസ്സിലാക്കുകയും ഈ കാര്യഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെ സമീപിക്കുകയും ഒക്കെ വേണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നേരെ വരികയല്ല ഇവർ ചെയ്യേണ്ടത്. ഇവരുടെ സംഘടനാപരമായിട്ടുള്ള ഈ വിഷയങ്ങൾ ഇവരുടെ പ്രവർത്തകർക്ക്, ഇവരുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമില്ലാത്തത് എന്തിനേറെ പറയുന്നു. ശശി തരൂര്, ദിഗ്വിജയ് സിംഗ് പോലെയുള്ള എത്രയെത്ര നേതാക്കന്മാർ ഇപ്പോ ഈ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവിനെ ഇവരുടെ അണികളും ഇവരുടെ പ്രവർത്തകരും പറയുന്നത് എന്താ നമുക്കറിയാലോ. രാജ്യസഭയിലെ ഒരു അംഗസംഖ്യ കുറച്ചു കൊടുത്തിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ CPM-നെ തോൽപ്പിച്ച് ഒരു MP ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയ ആള്. ഇതൊക്കെ നമുക്കറിയുന്നതല്ലേ. ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇവരെന്താ ചെയ്യുന്നത് എന്ന്. RSSന്റെ ശാഖക്ക് കാവൽ നിന്നവനാണ് ഞാൻ എന്ന് ഒരു മടിയുമില്ലാതെ ആവർത്തിച്ചു പറഞ്ഞ ആളായിരുന്നു ഇവിടുത്തെ KPCC-യുടെ പ്രസിഡന്റ്. RSS നേതാക്കന്മാരുടെ പടങ്ങൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവനാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി RSSനെതിരെ മതനിരപേക്ഷവാദികൾ, രാജ്യത്തെ ഈ വർഗീയവാദികൾക്കെതിരെ ഈ ഫാസിസ്റ്റ് പ്രവണതകളാൽ രാജ്യത്തെ ചൊൽപ്പടിക്ക് നിർത്തുന്ന സംഘപരിവാരത്തിനെതിരെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബുൾഡോസർ രാജ. ആ ബുൾഡോസർ രാജ് തങ്ങൾ ഭരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത കർണാടകയിൽ പോലും കൊണ്ടുവന്നു ഭീകരമായി പാവപ്പെട്ടവനെ, ദളിതരെ, ന്യൂനപക്ഷങ്ങളെ, മുസ്ലിം വിഭാഗത്തെ എല്ലാം കുടിയൊഴിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ ബുൾഡോസറുകൾ ഇറക്കിവിട്ട് ആളുകളെ പെരുവയിലാക്കുമ്പോ ഈ ബുൾഡോസർ രാജ്യവ്യാപകമായ ബുൾഡോസർ രാജിന് സമാനമായി അങ്ങനെ RSSന്റെ ചെയ്തികളോട് ചേർന്ന് നിൽക്കുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. ശരി, അങ്ങനെയെങ്കിൽ രാഷ്ട്രീയം ചോർന്നു പോകുന്നു. വസീഫ് അങ്ങനെയെങ്കിൽ ബദിയടുക്കയിൽ നടന്നെന്താണ്? ബദിയടുക്കയിൽ പതിറ്റാണ്ടുകളായി UDF കുത്തകയാക്കി വെച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നടുക്കെടുപ്പിലൂടെ BJP പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യിലെ D ശങ്കരനാണ് വിജയിക്കുന്നത്. അതിന്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF-ന് 10 അംഗങ്ങളും BJP-ക്ക് 10 അംഗങ്ങളുമാണ്. LDF-ന് ഒരൊറ്റ അംഗമേ ഉള്ളൂ. നിർണായകമായ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ഇരു മുന്നണികളിലും തുല്യ വോട്ടുകളിലെത്തി. ഇതോടെ ഭാഗ്യ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ്, BJP-യെ മാറ്റി നിർത്തുക എന്നല്ല, വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് CPM തീരുമാനിച്ചതെന്നുള്ളതാണ്. ഇതാ ഞാനും പറയുന്നത്. നിങ്ങൾ ശ്രമിച്ചോ? ഞാൻ ഏതായാലും ആ തരത്തിലേക്ക് ഇനി പോകുന്നില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നതാ. നിങ്ങൾ കാണേണ്ടത്
അവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാസർഗോഡ് ഞങ്ങൾ BJP-യുമായി ചേർന്ന് വോട്ട് ചെയ്തോ? അതല്ലേ നിങ്ങൾ നോക്കേണ്ടത്? നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ എവിടെയെങ്കിലും BJP-യുമായി ചേർന്ന് വോട്ട് ചെയ്ത് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചോ? ഇല്ല. എന്നാൽ ഇവിടെ എന്താ, BJP-യും കൈപ്പത്തിയും, അതായത് കൈപ്പത്തിയും താമരയും ഒരുമിച്ച് ചേർന്നാണ് CPM-നെ പരാജയപ്പെടുത്തുന്നത്. അവിടെയൊക്കെ ഒരു നറുക്കെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കുകയാണ്, അതിനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുമരകത്ത് എന്താ സംഭവിച്ചത്? കോൺഗ്രസും BJP-യും ചേർന്ന് ഒരുമിച്ച് വോട്ട് ചെയ്ത് ഞങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? BJP-യും കോൺഗ്രസും ചേരാൻ പറ്റുന്ന തരത്തിൽ അത്രയും അടുപ്പമുണ്ട്. അവർ തമ്മിൽ ഒരു ഭിന്നതയുമില്ല. അവർക്ക് ഏതു സമയത്തും ഒരുമിക്കാനുള്ള സാധ്യതയും സാഹചര്യവും അതിനു വേണ്ട ഒരു രാഷ്ട്രീയ പരിസരവും ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ കേരളത്തിലെ കോൺഗ്രസും? നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഈ കേരളത്തിലെ BJP-യുടെ നേതാവ്, ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്കറിയില്ലേ, K. സുരേന്ദ്രൻ, 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. ഹെലികോപ്റ്ററിലായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കാസർഗോഡേക്ക് പോവുക, കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഹെലികോപ്റ്ററിൽ വരും. അങ്ങനെ പറന്നിറങ്ങി മത്സരിച്ച് തോറ്റ സുരേന്ദ്രൻ ആ മത്സരത്തിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങൾ 35 സീറ്റിൽ ജയിക്കും, ബാക്കി ഞങ്ങൾ വാങ്ങിയെടുക്കും, എന്നിട്ട് ഞങ്ങൾ ഭരിക്കും. അതെന്തിന്റെ സൂചനയായിരുന്നു? ഞങ്ങൾ 35-ൽ ജയിച്ചാൽ ബാക്കി ഇവിടെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തരത്തിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റായി അല്ലെങ്കിൽ കമ്മോഡിറ്റിയായി ഇവിടെ ആരുണ്ട്? ഈ നാട്ടിലെ കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഇവിടെയുള്ള BJP-യുടെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഈ നാട് ആ BJP-യെ തോൽപ്പിച്ചു. BJP 8 നിലയിൽ തോൽപ്പിച്ചു. നേമത്ത് കോൺഗ്രസിന്റെ കൂടി സഹായത്തോടു കൂടി അവർ അക്കൗണ്ട് തുറന്നെങ്കിൽ ആ അക്കൗണ്ട് കൂടി കേരളത്തിൽ V. ശിവൻകുട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവ്, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, അവിടെ പൂട്ടിച്ചു. ഇടതുപക്ഷത്തിന്റെ കരുത്തോടു കൂടി അവിടെ BJP-യുടെ അക്കൗണ്ട് കൂടി പൂട്ടിപ്പിച്ചു. അതാ കേരളം. BJP-യെ പടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ത്രിപുരയിലാണെങ്കിൽ തന്നെ ത്രിപുരയിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ആനുപാതികമായി നിങ്ങളുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം SDF എന്നൊരു മുന്നണി ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം ഏതോ രാജ്യസഭാ MP അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് പറയണ കേട്ടു. ശ്രീ വസീഫ്, എന്തെങ്കിലുമൊക്കെ മാന്യത CPM-ന്റെ ദേശീയ നേതൃത്വത്തിലുണ്ടെങ്കിൽ ആ വാദഗതി പറയരുത്. അബിൻ കുറെ അർത്ഥസത്യങ്ങൾ കൊണ്ടുവരിക. ഞാൻ വളരെ കൃത്യമായി അബിനോടും കോൺഗ്രസിനോടും പറഞ്ഞ കണക്കെന്താ? ത്രിപുരയിൽ നമ്മൾ കണ്ടത് ഈ കേരളത്തിൽ കാണരുത് എന്നുള്ള നിലക്കാണ്. നിങ്ങളുടെ കോൺഗ്രസ്, നിങ്ങളൊക്കെ നയിക്കുന്ന കോൺഗ്രസ് ആയി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് കേരളത്തിലെ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു തരാൻ പറ്റും. നിങ്ങളുടെ നേതാവിന്റെ മകൻ AK ആന്റണിയുടെ മകൻ, അത് AK ആന്റണിയുടെ മകൻ ആയതുകൊണ്ടല്ല, അദ്ദേഹം നിങ്ങളുടെ ദേശീയ നേതാവായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ BJP ആയി മാറുക. ശ്രീമതി പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രമല്ല, ഒരു മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പാനലിൽ നിരവധി തവണ മത്സരിച്ച് ജയിച്ച ആളുകളാണ് ഒരു മടിയുമില്ലാതെ BJP ആയി മാറുന്നത്. അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഈ കോൺഗ്രസ് പോകുന്നത് എന്ത് എന്ന് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിയാൽ നല്ലതാ. നിങ്ങൾ പറഞ്ഞ ഈ പറയുന്ന കണക്കുകളൊക്കെ ഉണ്ടല്ലോ, രാജ്യവ്യാപകമായി CPM-നെ കൂട്ടേണ്ട ഗതികേടിലേക്ക് നിങ്ങളാ എത്തിയത്. ആ ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയതാ. ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസ് ആയി. രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാ, ശരിയായ രീതിയിൽ രാജ്യത്ത് രാഷ്ട്രീയം പറയാത്തത് കൊണ്ടാ. അതാ നിങ്ങൾക്ക് പിന്നെ ഇവിടെ പറയാം നമുക്ക്. ഇവിടെ ഞങ്ങളല്ലേ BJP-യെ പന്തളത്ത് തോൽപ്പിച്ചത്? പന്തളത്ത് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിസിപ്പാലിറ്റിയെ ഞങ്ങളാണ് പരാജയപ്പെടുത്തിയത്. കുളനട വർഷങ്ങളായി BJP ജയിച്ചുകൊണ്ടിരുന്ന സ്ഥല, ഞങ്ങളാ മത്സരിച്ച് ജയിച്ചത്. എന്നാൽ കുമരകത്ത് കണ്ട കാഴ്ച എന്താ? ഞങ്ങളെ അകറ്റി നിർത്താൻ, CPM-നെ പരാജയപ്പെടുത്താൻ കുമരകത്ത് ഈ പറയുന്ന തൃശ്ശൂരിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾ കൂടിച്ചേർന്നു. ഈ കൈപ്പത്തിയും കോൺഗ്രസുകാരുടെ കൈപ്പത്തി ആരുമായി ചേരുക? ഈ പറയുന്ന BJP-യുമായിട്ട് ചേരുക. ഒരു നാണവുമില്ലാതെ ഈ നാട്ടിലെ കോൺഗ്രസുകാര് BJP-യുമായിട്ട് ചേർന്ന് കൂട്ടത്തോടെ ചേർന്നിട്ട്, അതാണ് 1-2 പേരല്ല, 8 പേര് ഒന്നിച്ചു പോവുക. എന്നിട്ടും തൊലിക്കട്ടി സമ്മതിക്കണം ഈ കോൺഗ്രസുകാരുടെ. ഒരു നാണവുമില്ലാതെ ന്യായീകരണവുമായിട്ട് ഇറങ്ങുക. പല കാരണങ്ങളും കൊണ്ടുവന്ന് കനകൊലുവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ക്യാപ്സൂളുകളുമായി വന്ന് ചാനലുകളിൽ ഇരുന്ന് അങ്ങ് ന്യായീകരിക്കുക. പിന്നെ ഈ പാവം ഔസഫ് സാറിനെ പിടിച്ച് പേടിപ്പിക്കുന്ന കേട്ടു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഈ കോൺഗ്രസ്? വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന കമ്മിറ്റിയാണോ? നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്താ? അദ്ദേഹത്തിന്റെ പേര് സജീവ് കുമാർ. അദ്ദേഹം മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലാ, 11-ാം വാർഡിൽ. ഞാൻ മനസ്സിലാക്കിയത് അല്ലെ? ഔസഫ് സാർ പറയട്ടെ, 11-ാം വാർഡിലല്ലേ ഔസഫ് സാർ മത്സരിച്ചത്? ആരോടാ മത്സരിച്ചത്? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സജീവ് കുമാറിനെയാണ് കുട ചിഹ്നത്തിൽ മത്സരിച്ച് ഔസേഫ് സാർ തോൽപ്പിച്ചത്. അങ്ങനെ തോൽപ്പിച്ചതാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വന്ന ഈ ഔസേഫ് സാറിന്റെ കൂടെയാണ് ആ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകര്.
അതൊക്കെയല്ല അവിടുത്തെ പ്രശ്നം. ആ ഔസേബ് സാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു വന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ചോദിച്ച ചോദ്യമാണ് ഏത്? BJP ആയിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നു. ഇവിടെ അതുൽ കൃഷ്ണയുടെയും അതുപോലെ തന്നെ അബിൻ വർക്കിയുടെയും ഒക്കെ വാദങ്ങളുടെ ഒരു ചേർച്ച കണ്ടില്ലേ നിങ്ങൾ? ഇവരാലോചിച്ച് വന്നതാ. കഴിഞ്ഞ ദിവസം BJPയുടെ നേതാവ്, പ്രാദേശിക നേതാവല്ല, ആരാ, ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താ? ഞങ്ങള് കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യില്ല എന്നുള്ളതാ. ഇവര് കോൺഗ്രസ് ആണോ? അല്ലേ പറയണ്ടേ ഇവര്? അവിടെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആയത് കോൺഗ്രസ് അല്ലേ? BJP വോട്ട് ചെയ്തിട്ടല്ലേ കോൺഗ്രസ് ആയത്? ദിവസം എത്രയായി? ശരി, ആർജവം രാജി വെപ്പിക്കണ്ടേ? ശരി.